മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് 5 സെൻസസ് വെച്ചിട്ടാണ്. അതായത് ചില കാര്യങ്ങൾ കണ്ട്, ചില കാര്യങ്ങൾ കേട്ട്, ചില കാര്യങ്ങൾ അവർ സ്മെൽ ചെയ്ത്, ടേസ്റ്റ് ചെയ്ത്, സൗണ്ട് കേട്ട് അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ശബ്ദത്തിനോട് കുട്ടികൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു സ്റ്റീലിൻ്റെ കുപ്പിയിൽ ഒരു പെയറായിട്ട് നമ്മൾ ഒരേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ കടല, രണ്ടെണ്ണത്തിൽ കടുക്, രണ്ടെണ്ണത്തിൽ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ സൗണ്ട് മാറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ കടുകിൻ്റെ സൗണ്ട് എന്താണെന്നുള്ളത് അവർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് തിരിച്ചറിയും എന്നുള്ളതാണ്. നമുക്കിത് കാണുമ്പോൾ കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നും, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ഈസിയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ അത് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ ഈ സാധനങ്ങളെ കാണുന്നില്ല. അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ശബ്ദത്തിലേക്കാണ്. അപ്പോൾ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ വളരെ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പലരും പല കാര്യങ്ങളിലായിരിക്കും സ്കിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ മോണ്ടിസോറിയിൽ നമ്മൾ ഒരിക്കലും കുട്ടികൾ ഒരേപോലെ തന്നെ പോകണം എന്ന് പറയുന്നില്ല. നമ്മളുടെ പല കുട്ടികൾക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കാം. അപ്പോൾ അത് ഏത് കഴിവിനെയാണോ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് വീട്ടിലും ചെയ്യിപ്പിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ മക്കളുടെ സെൻസസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനായിട്ട് നമുക്കൊരു പ്രത്യേക ടൂള് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുപ്പികൾ ഒരേപോലെ ഇരിക്കണം. അതായത് കുട്ടികൾ കുപ്പികളുടെ ഡിഫറൻസ് കൊണ്ട് ആ സൗണ്ട് മനസ്സിലാക്കരുത്. ഒരു ടൈം അവർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഓർത്ത് വെക്കും. ഇന്ന കുപ്പിയിൽ ഇന്നതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അതിനുള്ളൊരു ചാൻസ് കൊടുക്കരുത്. അതല്ലാത്ത പക്ഷം നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു പെയർ എന്നല്ല, എല്ലാ കുപ്പികളും ഒരേപോലെ ഇരിക്കണം. അവർക്ക് ഒരിക്കലും കുപ്പികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കരുത്. അതല്ലാതെ അവർ സൗണ്ടിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് മാത്രം.